സിനിമ കാണുന്നത് ഒരു മുതലായിരിക്കും. ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ പടത്തിൽ നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. ആഷിഖ് ഒരു പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, സിനിമാറ്റോഗ്രാഫറാണ്. അതൊരു വലിയ എല്ലാം കൂടി ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴേ പണ്ടത്തെ ഒരു ഞാനിപ്പോ ഇത് എഴുന്നേറ്റ് പോകുന്നു. ഈ മെത്തേഡ് ആക്ടിങ് മമ്മൂട്ടി ചെയ്തു എന്നൊക്കെ പറയാം. നിങ്ങൾ അങ്ങനെ അറിയാൻ മേല. സിനിമകൾ തന്നെയാണ് നമ്മളെപ്പോഴും ഫിലിം മേക്കറിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഇവിടെ വന്നിട്ട് വർത്തമാനം പറയാം, അങ്ങോട്ടും കളിയാക്കുക, പാര വയ്ക്കുക. ഒന്നാമത് ഇത്രയും ആക്ടേഴ്സ് ഒരുമിച്ചുള്ള പടങ്ങൾ തന്നെ റെയറായിരിക്കും. ഇങ്ങനെയൊക്കെ എന്താ ചെയ്തത് മൂത്രമൊക്കെ അത് കഴിഞ്ഞ് നിപ്പ് നിൽക്കുന്നതാണ് ഇങ്ങനെ. ഹായ്, റൈഫിൾ ക്ലബിന്റെ ടീമാണ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. വിഷ്ണു അഗസ്ത്യ, വിജയരാഘവൻ, ദിലീഷ് പോത്തൻ. സ്വാഗതം. ഇപ്പോൾ വിജയരാഘവൻ ഇപ്പോൾ ചെയ്യുന്ന പൊടുവിൽ ചെയ്ത കിഷ്കിന്താഖണ്ഡ് അടക്കം ഈ വർഷത്തിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയും ഏറ്റവും സെലിബ്രേറ്റപ്പെട്ട ഒരു ക്യാരക്ടറുമായിരുന്നു അപ്പുപിള്ള എന്ന് പറയുന്നത്. അപ്പം അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സമീപകാലത്തായിട്ട് താങ്കൾ ചെയ്തിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ ആൾക്കാർ റീവിസിറ്റ് ചെയ്യുകയും അതിനകത്തുള്ള യുണീക്നെസ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പേരിലൂർ പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, അതിനു മുൻപ് വന്ന പൂക്കാലായിക്കോട്ടെ, എല്ലാ സിനിമകളിലും. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്നൊരു കമൻറ്റ്, വിജയരാഘവൻ എന്തായിരിക്കും അടുത്തൊരു സിനിമയിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ആക്ടറായിരിക്കെ ഇത്രയും വർഷം കഴിഞ്ഞിരിക്കെ ആളുകൾ ഒരു ആസ് ആൻ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുക, ആളുകൾ ലുക്ക് ഫോർവേഡ് ചെയ്യുകയാണ് എന്തായിരിക്കും ഈ സിനിമയിൽ താങ്കൾ ചെയ്യാന്നുള്ളത് അറിയാൻ. എങ്ങനെയാണ് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ ഓരോ ക്യാരക്ടേഴ്സിനെയും വൃദ്ധ കഥാപാത്രങ്ങളെന്ന് പറയുന്ന ഓരോരുത്തരെയും ഇത്രയും യുണീക്കായിട്ട് അതുകൊണ്ടാണ് ഡൈയൊക്കെ അടിച്ച് നടക്കുന്നത്. അങ്ങനെ ഒരു മറ്റൊരു വലിയ കുഴപ്പമാണ്, വൃദ്ധം മാത്രമേ വിളിക്കുള്ളൂ, നമുക്ക് എല്ലാം വിളിക്കണ്ടേ. ഇതങ്ങനെ ഞാനങ്ങനെ ചെയ്യുന്നതല്ല, ഇത് ഓരോ കഥാപാത്രം നമുക്ക് വന്നു ചേരുന്നതാണ്. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിളിക്കും, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. പണ്ട് കുറെ നാളായി, 40-42 വർഷമായി നിൽക്കുന്നു. അപ്പൊ ഇപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടുകാർ. ചേട്ടൻ അങ്ങനെ വെറുതെ പറയുന്നേ വരുമ്പോ അങ്ങനെ സാഹചര്യം. ഇപ്പൊ കിഷ്കിന്താഖണ്ഡത്തിൽ ഇപ്പൊ ഞാൻ ഇന്ന് അഭിനയിച്ചാണോ, ഞാൻ 10 വർഷം മുമ്പാണെങ്കിൽ ആ റോൾ അഭിനയിക്കും. അത് ഒരു ചാൻസ്. അതാണ് സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യം. നല്ല കഥാപാത്രങ്ങൾ, നല്ല കഥയും നമുക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. അതല്ല, അത് പ്രധാനം തന്നെയാണ് വന്നു ചേരുക എന്നുള്ളത്. ആ വന്നു ചേരുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യമുണ്ട്. അത് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ടാവാം, പക്ഷെ അതിൽ കൃത്യമായിട്ട് ഇത്രയും വർഷമായിട്ടും തളരാതെ ചേട്ടനെ പണിയെടുക്കുന്നുണ്ട്. എന്താണെന്ന് പറയുക, സെറ്റിൽ ഞാൻ ഈ പടം നല്ല പല പടങ്ങളിൽ ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈനിലൊരു ഡയലോഗിലൊക്കെ ഒരു കുത്ത് കുറവുണ്ടെങ്കിൽ കൂട്ടുകാരന് ഇറിറ്റേറ്റഡ് ആകുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പ്രകടിപ്പിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. അയ്യോ, അത് വറീഡാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച്, കുഞ്ഞൊരു ഡീറ്റെയിലിന് വേണ്ടിയിട്ട് അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ കാര്യം. പിന്നെ നല്ല മനസ്സുകൊണ്ട് കുട്ടേട്ടൻ അങ്ങനെ അതൊന്നുമല്ല പറയുന്നതാണല്ലോ അങ്ങനെ പറയുന്നത്. അത് ഈ സിനിമയിൽ തന്നെ ഇപ്പം ഞാൻ പിന്നെ വിജയരാഘവൻ സാറിൻ്റെ മകനായി അഭിനയിക്കുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണല്ലോ ഇപ്പോഴല്ലേ എനിക്ക് കുട്ടേട്ടനായ. അപ്പോൾ അതിൽ ഇദ്ദേഹം ഫസ്റ്റ് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങുന്ന ഒരു പർട്ടിക്കുലർ ടൈമുണ്ടല്ലോ. ആ ടൈമിൽ അധികം ആരോട് സംസാരിക്കാതെ കുറച്ചും കൂടെ എന്തോ കുറേ അത് നമുക്ക് ഉള്ളിൽ എന്തോ പോകുന്നുണ്ടെന്ന് തോന്നും. എന്നിട്ട് ഫുള്ള് ഒരുങ്ങി ഒരു ചെറിയ എന്തെങ്കിലും ഇപ്പോൾ ചെരുപ്പിൻ്റെ ആകട്ടെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ കറക്റ്റായിട്ട് ആ ഫിറ്റിങ്ങിൽ ഉറച്ചതിന് ശേഷം റിലാക്സ്ഡ് ആകുന്ന ഒരാളാണ്. ചെയ്യുമ്പോഴേ എനിക്ക് ഇപ്പൊ ഒരു രോമൊക്കെ മാറുന്ന പിള്ളേർ വഴക്കുണ്ടാകും. ഇന്നലെ ഇവിടം വരെ നരയുണ്ട്, ഇതന്നെ ഈ രോമത്തെ ഇങ്ങനെ ഞാൻ പറയും. എന്തായാലും എനിക്കൊരു കൂടെ കംഫർട്ടബിൾ ആണ്. ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കണം. അല്ലാതെ എനിക്ക് ഇപ്പം ഒരാൾക്ക് ഒരു ക്യാരക്ടറിനെ വിളിച്ചിട്ട് ഒരു പടമൊക്കെ വരച്ചിട്ടാ ചേട്ടാ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആയി വരണം. അത് എന്നാലും അത് എൻ്റേതാവുള്ളൂ, അല്ലെ പിന്നെ വേറെ ഒരാളുടേതായി പോകുന്നത്. അതുകൊണ്ടല്ലാതെ എനിക്കൊരു വാശി ഉണ്ടായിട്ടല്ല, എനിക്ക് അങ്ങോട്ട് എനിക്ക് സുഖമാവണം, എന്നാലേ എനിക്കൊന്ന് പറ്റുള്ളൂ. വേറൊന്നും അല്ലത്. അത് ഞാൻ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കും, ചിലപ്പം വാശി പിന്നെ ഇത് എനിക്കും ഏറ്റവും രസം. മാത്രമല്ല ഇത്തവണത്തെ ഞങ്ങൾ ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ വർഷത്തിന് മുമ്പ് അനുഭവിച്ച ഒരു അനുഭൂതിയാണ്. സാധാരണ ഇപ്പൊ എല്ലാം ഈ കാരവൺ ആണല്ലോ, ആരും കുറ്റായിട്ട് പറയല്ലോ. പണ്ടങ്ങനെയല്ല, പണ്ട് മരിച്ചോട്ടിലിരുന്നും
ഏതെങ്കിലും വീട്ടിലാണ് അവരുടെ മുറിക്കകത്ത് കയറി അല്ലെങ്കിൽ തിണ്ണയിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പം അന്നേരം ഇന്നസെൻ്റ് ആയിരുന്നു, മാമുക്കോയ, മറ്റേ മുകേഷ്, മണിയമ്പരാജു, ലാലും, മമ്മൂട്ടി, ആരാണെങ്കിലും ശരി അവിടെ എല്ലാവരും കൂടി ഇരിക്കും. ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ ഷോട്ട് എങ്ങനെയെങ്കിലും തീർക്കരുത് വന്നിപ്പോൾ. അപ്പം അത് സെക്കൻഡറി ആയിരിക്കും. ഇവിടെ വന്നിട്ട് വർത്തമാനം പറയുക, അങ്ങോട്ടും കൂടി കളിയാക്കുക, പാര വയ്ക്കുക, അത് വളരെ രസകരമായിട്ടുള്ളത്. അപ്പം അതായിരുന്നു ഭയങ്കര രസമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അതങ്ങനെ ഇവിടെ ഈ പറഞ്ഞ ലൊക്കേഷൻ കണ്ടുപിടിച്ച ഒരു വലിയ ഒരു 10,000 ഏക്കറിന്റെ നടുവ് ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്ഥലത്താണ് ഈ നമ്മുടെ റൈഫിൾ ക്ലബ് ട്രെയിലറിൽ കാണുന്ന ഒരു സെറ്റ്. അത് ഗംഭീര സെറ്റാണ്. ആ സെറ്റിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മുറി ഉണ്ടാക്കി. ഒന്ന് ഞങ്ങൾ പുരുഷന്മാർക്ക്, ഒന്ന് സ്ത്രീകൾക്ക്, ഒന്ന് മേക്കപ്പിന്, കോസ്റ്റ്യൂമിന്, അങ്ങനെ പല പല മുറികളാണ്. പക്ഷെ എല്ലാരും ഈ ഒരു മുറി തന്നെ കാണും. സ്ത്രീകളും വ്യത്യാസമൊന്നുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലായി. എനിക്കാണ് ഇപ്പൊ കുട്ടേട്ടനൊക്കെ ചിലപ്പോൾ സീനിയറും കൂടെ ആയതുകൊണ്ടേ ഇപ്പൊ തൊട്ടടുത്തൊന്നും ആൾക്കാർ ഇത്രയും കളിയാക്കിയിട്ടുണ്ടാവില്ല. സുരഭിയൊക്കെ പൊളിച്ചടുക്കിയിട്ട് കളിയാക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പക്ഷെ ആ ഫ്രീഡവും ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്യുമായിരുന്നു. ഭയങ്കര രസമാണ്. ഞാൻ എൻജോയ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ. അപ്പൊ ഇത് അല്ലെങ്കിൽ കാരവൻ കൊണ്ടിടാൻ പറ്റില്ല അവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഇവര്, പക്ഷെ നല്ല റൂം AC ഒക്കെ ആക്കി ഒരു ബാത്റൂം ഒക്കെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ ഒരു ഇത് നമ്മളെ, അപ്പൊ നമ്മൾ ഫ്രീ ആകും. പിന്നെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അന്നേരം അതിനുവേണ്ടി റെഡിയാകും. അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ ഷൂട്ടിങ്. ഇപ്പോൾ സുരഭിനെ നമ്മൾ നേരത്തെ ഏറമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇന്റർവ്യൂ എടുത്തപ്പോൾ റൈഫിൾ ക്ലബിനെ പറ്റിയിട്ടാണ് ആളും ഇതേ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വിജയരാഘവൻ ചേട്ടൻ എന്തോ ഒരു മുറുക്കോ ഇന്നലെ വിളിച്ചിട്ടുണ്ട്, കൊയലപ്പം കൊണ്ടുവരാൻ കേട്ടോ, ആ ഷർട്ട് മറ്റേ ഷർട്ട് ആ ലൊക്കേഷനിൽ പൂവുള്ളൊരു ലുങ്കിയും ഷർട്ടും ഒക്കെ ഇട്ട് വന്നു. അപ്പൊ പിന്നെ ഇപ്പോൾ അതേ പിടിച്ചോണ്ടായി. അപ്പൊ രാമു പിറ്റേ ദിവസം വേറണം. അപ്പൊ രാമചേട്ടനും കുട്ടികളും തമ്മിൽ ഒരു മത്സരമാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ദിവസം ഇങ്ങനെ ഇവര് രണ്ടുപേരെയും വിളിക്കും, രാമചേട്ടനെ വിളിക്കും, നാളെ കേട്ടോ റെഡായിട്ടിരിക്കുന്നത് ഇതോടെ വെട്ടണം കേട്ടോ പണ്ട് പറ്റിക്കല്ലേ അങ്ങനെ അതൊക്കെ. അപ്പൊ ആളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഭയങ്കര ആളും പറഞ്ഞത് കോളേജ് ടൈമില് നമ്മൾ എൻജോയ് ചെയ്യുമല്ലോ, എസ്പെഷ്യലി ഇപ്പം നിങ്ങൾ സീനിയർ ഒക്കെ ആണല്ലോ. ടുട്ടുമോൻ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്, ടുട്ടുമോൻ വിളിച്ചത് കൊണ്ടാണ് പടത്തിൽ അഭിനയിച്ചത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ സെറ്റിൽ എങ്ങനെയായിരുന്നു? മേ ബി നിങ്ങൾ ഇങ്ങനത്തെ സെറ്റുകളും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നോ ഇത്തരത്തിൽ എല്ലാവരും കൂടെ കമ്പനി കൂടിയിട്ടുള്ള? എനിക്കൊക്കെ ഒന്നാമത് ഇത്രയും ആക്ടേഴ്സ് ഒരുമിച്ചുള്ള പടങ്ങൾ തന്നെ റെയർ ആയിരിക്കും. എനിക്ക് അവിടെ വെച്ച് എല്ലാ സീനിലും 5-10 പേര് ഉണ്ടാവും. ഏത് സീൻ എടുത്താലും ഞാനൊക്കെ 10-32 ദിവസം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അങ്ങനെ 20 ദിവസം തന്നെ പറഞ്ഞത്. പക്ഷെ 32-33 ദിവസം ഫുൾ ടൈം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫുൾ സീനൊന്നും കാണുകയില്ല. ചിലപ്പോൾ 2 ഷോട്ടായിരിക്കും, അല്ല ചിലപ്പോൾ ഒരു 5-8 ഷോട്ട് കാണുമായിരിക്കും. ഇപ്പൊ രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ ഇരിക്കും. അന്നേരം അവസാനം വിളിച്ചു, ചേട്ടാ ഇന്ന് നമുക്ക് എടുക്കാൻ നിവർത്തിയില്ല കേട്ടോ ചിലപ്പോൾ പോകുന്നത്. പക്ഷെ അതൊരു വിഷമം തോന്നില്ല, അതിന് കൂട്ടായ്മയുടെ സുഖം ഉണ്ടായിരുന്നു. ചേട്ടന് ചില ഭാഗ്യം കൊണ്ട് 2-3 ദിവസം അടുപ്പിച്ച് 2:30 ഷോട്ട് കിട്ടി. വെളുപ്പിനെ 2:30 രാവിലെ ഒരുങ്ങിയിട്ട് 2:30 കുട്ടേട്ടൻ നടക്കാൻ വിളിക്കുന്നത് 2:30 കുട്ടേട്ടൻ്റെ ഷോട്ട് വരും. അല്ല, ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ ഷൂട്ട് കഴിഞ്ഞടാ, സുരഭിക്കുന്ന എത്ര മണിക്കാ ഷൂട്ട് എന്ന് ചോദിക്കും. ഞാൻ എത്ര മണിക്കാ? 2:30. അപ്പൊ ഈ ഒരു എൻജോയ്മെന്റ് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത്രയും സീനിയർ ആക്ടേഴ്സിനോടൊപ്പം ഞാൻ എസ്പെഷ്യലി ആ ഡൈനിങ് സീനൊക്കെ ഇത്രയും ആക്ടേഴ്സിന്റെ ഒരു കളക്റ്റീവായിട്ട് എനർജി ഉള്ള ഒരു സീനിൽ ആക്ട് ചെയ്യാൻ പറ്റിയ ഞാൻ പറഞ്ഞ വെച്ചാൽ എന്തെല്ലാം ഫ്ലേവർ പോയി ആ ഒരു ഒറ്റ സീൻ. എസ്പെഷ്യലി നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് നമ്മൾ കുറേ നാളായല്ലോ ഒരു ഇത്ര അധികം ആക്ടേഴ്സ്, മേ ബി ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പൂരത്തിൻ്റെ സീനോത്സവത്തിന് അതൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ അതല്ലാണ്ട് നമുക്ക് അറിയുന്ന ഒരുപാട് ആക്ടേഴ്സ് കറക്റ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു തീൻമേശയുടെ അവിടെയുള്ള ഒരു അത് ഭയങ്കര രസമായിരുന്നു. നമുക്ക് കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നില്ല, ഇതിങ്ങനെ വിഷ്വലി നമുക്ക് വലിയ സ്ക്രീനിൽ കാണുന്നത്, അങ്ങനെ ഒരു തോന്നി പോയിന്റ്. സിനിമ കാണുന്നത് ഒരു മുതലായിരിക്കും, മുതലായി എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ഉറപ്പ് പറയുന്നു.
ഇപ്പം ആഷിഖ് കപൂറിന്റെ ചിത്രത്തിൽ നായകനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും നമ്മളൊരു ജേർണി ഉണ്ടല്ലോ, കുറേ സിനിമകളിൽ സുഹൃത്താണ്, അസിസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഫസ്റ്റ് മൂവി നിർമ്മാതാവായിട്ട് വരുന്നു. ഇപ്പം അദ്ദേഹം ചെയ്യുന്ന സിനിമയിലെ അല്ലെങ്കിൽ നായകനാണോ എന്നറിയില്ല, ബട്ട് ഒരു കേന്ദ്ര കഥാപാത്രം തന്നെ. അപ്പം അങ്ങനെയായിട്ട് വരികയാണ്. ഈ ആഷിഖ് കപൂർ കോംബോ ആയിട്ട് ഇത്രയും നാളെങ്ങനെയാണ് നിങ്ങൾ സിനിമയിൽ പല പല സ്പേസസിൽ തുടരുന്നത്? പിന്നെ അതിൻ്റെ ഒരു രസം എന്താണ് നിങ്ങളുടെ ഈ ഒരു സൗഹൃദം ഇങ്ങനെ? അല്ല, ഇതെല്ലാം സ്പേസ് എനിക്ക് ആഷിഖേട്ടൻ തന്നിട്ടുള്ള സ്പേസാണ്. പുള്ളിയുടെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നു, പുള്ളിയുടെ സിനിമയിൽ എന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആക്കുന്നു, എൻ്റെ ആദ്യത്തെ സിനിമ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുള്ളി ഇപ്പോൾ ഈ സിനിമയിൽ എന്നെ മേജർ റോളിലേക്ക് വെക്കുമ്പം ഇതെല്ലാം പുള്ളി എനിക്ക് തന്നിട്ടുള്ള ഓഫറുകളാണ്. അതെന്താണെന്ന് ആഷിഖേട്ടനോട് തന്നെ ചോദിക്കണം. എന്തായാലും ആ ഓഫറുകളൊക്കെ എനിക്ക് ഗുണം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എല്ലാ തരത്തിലും അതങ്ങനെ ഗുണം ചെയ്തിരുന്നു. ഓക്കെ. ഇപ്പോൾ വിഷ്ണു അഗസ്ത്യ നമ്മൾ മറ്റേ ബാക്ക് ടു ബാക്ക് കുറേ ബാങ്കർ പെർഫോമൻസസ് കണ്ടതായിരുന്നു. പാർഡിയക്സ് 1991, അതിന് ശേഷം വന്ന് ഇപ്പം ഓ ബേബിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെയൊക്കെ കണ്ടു. അതിന് ശേഷം നമ്മളൊരു നടൻ്റെ ഇങ്ങനെ പല പല സാധനങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ, അടുത്ത സംഭവം എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നീട് വരുന്നതാണ് ഈ റൈഫിൾ ക്ലബ്ബ്. അപ്പം വിഷ്ണു അഗസ്ത്യനെ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ പടത്തിന്, എസ്പെഷ്യലി അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത്. അപ്പോൾ വിഷ്ണു അഗസ്ത്യക്കും ഈ റോള് അങ്ങനെ തന്നെയാണോ? ആഷിഖേട്ടൻ വിളിച്ചു, അതിലൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്നു, നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഭയങ്കര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മീഡിയത്തെ ബേസ് ചെയ്തോ അല്ലെ ക്രാഫ്റ്റിനെ ബേസ് ചെയ്തോ ഒക്കെ നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ലേൺ ചെയ്ത് പോവുകയാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഇത് ടേക്ക് പോയി. അതിൻ്റെ ബാക്കി ഒരു സിനിമ ഒരു നല്ല സിനിമയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രേ എൻ്റെ കയ്യിലുള്ളൂ. ഇപ്പം ഇതിനകത്ത് ഇപ്പം അനുരാഗ് കശ്യപ് അല്ലെങ്കിൽ അപ്പുറത്ത് ഹനുമാൻ കൈൻഡ്, അങ്ങനെ നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇവരൊക്കെ സെറ്റിൽ വരുന്നതും നമ്മുടെ ഒരു ക്രൂവിൻ്റെ, ഇപ്പം മലയാള സിനിമയിൽ അനുരാഗ് കശ്യപ് വന്നാലും ഇതാകുന്നത് മലയാളി പ്രേക്ഷകർ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു സംഭവമാണ്. ആസ് എ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്കും അതൊരു രസമുള്ള എക്സ്പീരിയൻസ്, നിങ്ങൾ ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കില്ലേ അനുരാഗ് കശ്യപ്? തീർച്ചയായിട്ടും ഒരു ഫിലിം മേക്കർ എന്ന നിലയിലൊക്കെ അങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്, അദ്ദേഹത്തിനായിട്ട് അടുത്തിടപഴകാൻ പറ്റുന്നത് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ അങ്ങനെ തന്നെ കാണാമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ. പിന്നെ ഒരുമിച്ച് ആക്ട് ചെയ്തതും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര അല്ല, അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് വന്നൊരാളെന്നോ ഡയറക്ടർ എന്നുള്ളതോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ നമ്മളെ പറഞ്ഞ 5 വർഷം ബാക്കി ഡ്രസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ശരി ഷഡ് ഇട്ടൊന്നും ശരിയല്ല കേട്ടോ. ഭയങ്കര ചൂടാണ് ഷൂട്ട് നടക്കുന്നത്. ഷൂട്ട് എനിക്കൊക്കെ ആണെങ്കിൽ വെൽവെറ്റിന്റെ ഡ്രസ്സാണ്, അങ്ങനത്തെ വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ എന്താണ് അതിന്റെ അങ്ങനെ റെക്സിനൊക്കെ വെച്ചിട്ട് പാൻറ്റൊക്കെ റെക്സിന്റെ പാൻറ്റൊക്കെ പുള്ളി മാത്രം കുറച്ച് വർഷം. പിന്നെ ഇപ്പൊ ഈ ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്ന അപ്പം ആ വ്യക്തിയും കൂടെ ഇതിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ റാപ്പറായിട്ട് ഭയങ്കര ഒരു സെൻസേഷണൽ ആക്കിയാണ്. ഇപ്പൊ ആളുടെ കാര്യത്തിൽ പറയുന്നത് നാഷണലി ഹിറ്റ് ആവുന്നതിന് മുൻപ് നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ ഇന്റർനാഷണലി ടോപ്പ് ആയ ആളാണ്. അപ്പൊ എല്ലാ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിലും അപ്പോഴേ പുള്ളി നോട്ടബിൾ ആയിരുന്നു. അവരെ നമ്മൾ ഭയങ്കര എനർജിയാണ്, ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആളുടെ ഒരു ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുന്നതുണ്ടോ? ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ പടത്തിൽ നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ, ഗംഭീരമായിട്ട്. വ്യക്തിയുടെ ക്യാരക്ടറാണോ? കാരണം നമ്മളെ പാട്ടുകളിലൂടെയാണല്ലോ അധികം അറിയുന്നത്. അങ്ങനെ ഒരു ഇപ്പൊ നമ്മള് അധികവും വന്നിട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം റിട്ടേൺ ഇതിലാണ്. അപ്പൊ നമുക്ക് ആളെ പറ്റിയിട്ടാണെങ്കിലും ആളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ എസ്പെഷ്യലി ജെൻസി ജനറേഷൻ ഭയങ്കരമായിട്ട് നല്ല ഹ്യൂമൻ ബീയിങ്, സൂപ്പർ കൂൾ മനുഷ്യനാണ്. പിന്നെ ആകെയുള്ള വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണലിന്റെ കളി കറക്റ്റായിട്ട് വരുന്ന സമയത്ത് എവിടെ ആണെങ്കിലും ലൈവായിട്ട് കുറച്ച് സമയമെങ്കിലും ഇത് കാണണം. അപ്പം അവിടെ റേഞ്ച് ഒന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ ഫോണിൽ റേഞ്ച് ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഗെയിം സുഹാസും നമ്മുടെ റൈറ്റർ സുഹാസും ഹനുമാൻ കൈൻഡും ആഴ്സണലിന്റെ ഫാൻസ്. അപ്പം ഞാനിത് പിന്നെ ഫോണിലിത് ലൈവ് പിന്നെ ഹോട്ട്സ്റ്റാറിലാണ് എന്തോ, അപ്പോൾ അതിൽ ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് മച്ചാൻ ഇത് മേടിച്ചിട്ട് താങ്ക് യു ബ്രോ, താങ്ക് യു. പക്ഷെ എനിക്കതല്ല, അതിൽ നമ്മൾ ഭയങ്കര ആസന ഫാൻ ആയിരുന്ന പുള്ളിക്കാരൻ ഇന്റർനാഷണലി ഹിറ്റ് ആയതിനു ശേഷം അത് ആഴ്സണലിന്റെ വേണ്ടി ഒരു വീഡിയോ ചെയ്ത് ഇടുകയും അത് ആഴ്സണലിന്റെ പേജിൽ അവര് ഇടുകയും ചെയ്തു. ആളുടെ സോങ് ബിഗ് ഡോഗ്സ് ഒക്കെ ആഴ്സണൽ ഇതായിട്ട് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്
നമ്മുടെ അവിടെ നിന്നുള്ള ഒരു സിംഗറിനെ ആ രീതിക്ക് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ഇപ്പോൾ ദിലീഷ് പോത്തൻ്റെ ഒരു സിനിമയുടെ ഒരു ലൈൻ ഉണ്ട്. ഇപ്പം വിജയരാജ് സാർ ഇത്രയും നാളായിട്ട് സിനിമയിലുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റിയിട്ട് കാണുകയും ഒക്കെ സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഇപ്പോൾ ആക്ട് ചെയ്യാണ്, ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെയൊക്കെ പറ്റിയിട്ട് എന്താ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസെപ്ഷൻ എന്തായിരുന്നു എന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പൊ പുതിയ തലമുറ എല്ലാവരെ പറ്റിയല്ല പറയുമ്പോൾ എല്ലാവരും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ സിനിമയെ പറ്റി കൂടുതൽ പണ്ട് കാലത്ത് ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് വേറെ സിനിമകൾ കണ്ടിട്ടല്ലോ. ഇപ്പൊ കൂടുതൽ സിനിമകൾ കാണാൻ അവസരമുള്ള കുട്ടികളാണ് അഭിനയിക്കാൻ വരുന്നത്. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ ദിലീഷ് എന്നോട് സംസാരിക്കും. ദിലീഷ് ഒരു പുതിയൊരാള്. ദിലീഷ് എന്നെക്കാളും കൂടുതൽ അഭിനയത്തിനെ പറ്റി തിയറിറ്റിക്കായിട്ട് പഠിച്ച ആളാണ്. പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ അറിയാനുള്ള ആഗ്രഹം എന്ന് തുടരാൻ അങ്ങനെ ഇതെങ്ങനെയായിരിക്കും, കുട്ടികളുടെ മറ്റു നാടകത്തിൽ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അന്വേഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി വളരെ സീരിയസ് ആയിട്ട് അഭിനയത്തെ കാണുന്ന ഒരാളാണ്. അത് സിനിമ മാത്രമല്ല, സിനിമയുടെ മറ്റു മേഖലകളിൽ എന്താണ്. ഞാൻ ഇദ്ദേഹത്തെ ആദ്യം കാണുന്ന സോൾട്ട് ആൻഡ് പെപ്പർ ആ സിനിമയിൽ ആണ്. അതിനൊപ്പം സോൾട്ട് ആൻഡ് പെപ്പറിലാണ് ഞാൻ കാണാം. അപ്പം ഞങ്ങൾ കോട്ടയംകാരാണ്, നാട്ടുകാരൊക്കെയാണ്. പിന്നീട് അറിയുന്ന കാര്യം, പിന്നീട് ഇദ്ദേഹം പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാലടി കോളേജിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ. പക്ഷെ അപ്പം അറിയാനും പഠിക്കാനും ഇപ്പോഴും പുള്ളിക്ക് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കും. വളരെ അധികം ആൾക്കാർ അങ്ങനെ ചോദിക്കാറില്ല. പോത്തനെ കഴിച്ച് ഇപ്പോഴും പോത്തനെ പഠിക്കണം എന്നൊക്കെ ഉണ്ട്. അത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. കുട്ടേട്ടനെ ഒരുപാട് ഇങ്ങനെ നാടകത്തിനും സിനിമയിലും അങ്ങനെ ഒരുപോലെ വർക്ക് ചെയ്തിട്ടുള്ളവർ ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ നാടകത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ക്യാരക്ടർ റോളുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കി സ്ട്രേറ്റ് റോളുകൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായ ഒരു സമീപനമായിരിക്കണം ക്യാരക്ടേഴ്സ് കൊണ്ട്. സാധാരണ റോളുകൾ ഇഫ് മെത്തേഡ്, ഇഫ് ഐ ആം ഇൻ ദാറ്റ് പൊസിഷൻ, ഇഫ് ഐ ആം, അങ്ങനെയാണല്ലോ. ക്യാരക്ടർ റോൾ ചെയ്യുമ്പോൾ അതല്ല, അയാൾ എങ്ങനെയായിരിക്കും, ആ കഥാപാത്രം എങ്ങനെയായിരിക്കും, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നതൊക്കെ. അയാളെ കൃഷ്ണദാസന്റെ ആ അപ്പൂപ്പൻ എങ്ങനെയാ, അയാളെന്തായിരുന്നു, അയാൾ എവിടെയായിരുന്നു, ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സമീപനമായിരിക്കും ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ മിക്കവാറും അങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെന്താ അങ്ങനെ മറ്റേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ഞാൻ ഈ അടുത്തിടെ കിഷ്കിന്താകണ്ടത്തും ബേസ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം, ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് അതിനകത്തോട്ട് വരുന്ന ചില പ്രോസസ്സ് പറയത്തില്ലേ. അപ്പൊ നമുക്ക് ചെറിയ സംസാരിക്കുമ്പോൾ നമുക്ക് ചെറിയ അപ്പുകളിലേക്ക് കിട്ടും ഗ്ലിംസ്. ഇപ്പോൾ അപ്പുപിള്ളേൻ്റെ ഒരു ഈ വേഷം ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ അത്യാവശ്യം നമുക്കതിൻ്റെ നിങ്ങളെല്ലാവരും തിരക്കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ സംഭവം കമ്മിറ്റ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ്, എസ്പെഷ്യലി ഇപ്പോൾ OTT-യിൽ ഇറങ്ങിയതിന് ശേഷം മറ്റ് ഭാഷകളിൽ നിന്നുള്ള ആളുകളടക്കം കണ്ടിട്ടാണ് അപ്പുപിള്ളേനെ ആണെങ്കിലും അജയനെ ആണെങ്കിലും എൻറ്റയർ ആ സിനിമേനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാർ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു റിസപ്ഷൻ ലെവൽ എങ്ങനെയായിരിക്കുന്നത്, ചെറിയൊരു നമ്മൾ കണക്ക് കൂട്ടുമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സിനിമേനെ എടുക്കാൻ. എസ്പെഷ്യലി അത് ഓണം റിലീസ് ആയിരുന്നുകൊണ്ടും കൂടെ ഇങ്ങനെ ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ ആ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു റിസപ്ഷൻ ലെവലും ഇതിന് കിട്ടുന്ന ഒരു റിസപ്ഷൻ ലെവലും അതും സെയിം ആണ്, വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മലയാള സിനിമ അഭിനയിക്കാൻ വന്ന ശേഷം സ്ക്രിപ്റ്റ് പലതും വായിക്കാതെ ചെയ്തിട്ടുണ്ട്. വായിച്ച സ്ക്രിപ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റിലൊന്നും ഇതാണ്. അതുപോലെ തന്നെ കുലം എന്ന സിനിമ ഞാൻ ചെയ്തു പണ്ട്, ലെനിൻ രാജേന്ദ്രൻ്റെ. ആ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആ സിനിമ വന്നില്ല. ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ എന്നോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട്, അത് ഗംഭീര സിനിമയായിരിക്കും. ആണോ, നമ്മൾ ഓടുമോ, നമ്മൾ അതെനിക്കറിയാൻ പറ്റില്ല. ഇപ്പം ആ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയപ്പോൾ, ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ കാണാൻ പോയത്. അപ്പോൾ ഗംഭീര എന്നൊക്കെ എല്ലാവരും പറഞ്ഞ ശേഷമാണ്. പക്ഷെ ഇത്രയും ഗംഭീരാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അന്നേരം ഞാൻ പോയി കാണുമ്പോഴും ഞാൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൻ്റെ കുറ്റങ്ങൾ കുറവുകളൊക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ വായിച്ചപ്പോൾ എനിക്ക് ഗംഭീര സിനിമ ഉണ്ടായത്. ഞാനതിന് ശേഷം നിങ്ങളോട് പറഞ്ഞു നല്ല സിനിമയായിരിക്കും. ഇല്ല, അവരുടെയൊക്കെ പിന്നീട് ഇങ്ങനെ പടം ഞാൻ ചെയ്തു നല്ല സിനിമയായിരിക്കും, ഓടുമെന്നറിയില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ സിനിമ ഓടി എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ ഈ സിനിമ സ്ക്രിപ്റ്റ് എന്നുള്ളതല്ല ഈ സിനിമ. ഇപ്പം നമ്മൾ റൈഫിൾ ക്ലബ് എന്നുള്ളത് അത് ശരിക്കും ഒരു ഡയറക്ടറുടെ വർക്കാണ്. നമ്മൾ ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് നമുക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതൊരു പ്രത്യേക ഒരു ആദ്യമധ്യാന്തം കഥ പറയാൻ നോക്കിയാൽ അങ്ങനെ കഥയില്ല. ഒരു ദിവസം നടക്കുന്ന അല്ലേ, ചെറിയ പീരീഡിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ കൂടിയാണ്. അത് 100% ആഷിഖിന്റെ
പിന്നെ എഴുതിയെന്ന് വെച്ചാൽ നോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അല്ലേ പക്ഷെ അങ്ങനെ ഒരു പരിപാടിയിലൂടെ ഒരു ക്യാരക്ടറിനെ എഴുതിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര നമുക്കും അറിയില്ല. ക്യാരക്ടർ നമ്മൾ കൺസീവ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അതിങ്ങനെ അത് സംഭവിച്ചോണ്ടിരിക്കാൻ നേരം അവർ പറയുമ്പോൾ ആ സീനിൽ അങ്ങനെ കൂട്ടേണ്ട, അത് പറഞ്ഞു ഈ സീൻ കൂട്ടേണ്ട, ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഏകദേശം ഞാൻ ആ ക്യാരക്ടർ എന്താണോ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കി ഡെവലപ്മെന്റ് ഒക്കെ ചിലപ്പോൾ അന്നേരം ആയിരിക്കും അത് കിട്ടും നമുക്ക്. അല്ലാതെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ഈ കാർഡ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പോകുന്നു, അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇതിന് ഒരു കഥാപാത്രത്തിനുണ്ടോ ആദ്യമധ്യാന്ത ഒരു കഥ അങ്ങനെയില്ല. പക്ഷെ നമുക്ക് എന്നാൽ സിനിമ കാണുന്ന ഒരാൾക്ക് തോന്നും ഇയാൾ ഇതാണ്, അല്ലെ ഇങ്ങനത്തെ ഒരുത്തനാണ്. അത് ഞാൻ പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഒരു 10-25 ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരിലൂടെയാണ് അതിങ്ങനെ പോകുന്നത്. ഒരു പ്ലോട്ടിനെ കൃത്യമായിട്ട് അങ്ങനെ ഫോളോ ചെയ്യുമല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഇതിനകത്തുള്ള ഇപ്പം സെക്രട്ടറി അവറാൻ ആ ഒരു ക്യാരക്ടർ വന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ മേജർ റോളാണ്. അപ്പം സംവിധായകനായിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് ഒരുപാട് സംവിധായകർ ഇപ്പം ബേസിൽ പോലെയുള്ളവരും ഒക്കെ ഈ മികച്ച വേഷങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അഭിനയം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ സംവിധാനത്തിന്റെ ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണോ ഇപ്പോഴത്തെ? ആദ്യഘട്ടത്തിൽ അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിരുന്നില്ല. ഞാനതിങ്ങനെ ചെറിയ ആളുകൾ വിളിക്കുന്നു, ഞാൻ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു എന്നൊക്കെ രീതിയിലായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ചും കൂടെ ഞാൻ സീരിയസ് ആയിട്ട് ആക്ടിങ്ങിനെ കാണുന്നുണ്ട്. അതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുറച്ചും കൂടെ അങ്ങനെ ഉത്തരവാദിത്തം. പിന്നെ ഈ പറഞ്ഞ നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രഷർ കുറവാണ്, അല്ലെങ്കിൽ ഒരു ടെൻഷനാണ് നമുക്ക്. അപ്പം ആഷിഖേട്ടനെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എൻ്റെ ഗുരുവാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ട്രസ്റ്റുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ടർ എന്ന നിലയിൽ എനിക്ക് കണ്ണും പൂട്ടി അങ്ങ് ചെന്നാൽ മതി എന്നുള്ളതാണ് എനിക്കപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സോണിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആഷിഖേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെയുള്ള പക്ഷെ അത് എല്ലാവർക്കും കംഫർട്ടായി. പക്ഷേ ആഷിഖിന്റെ സെറ്റിന്റെ പ്രത്യേകത ആർക്കും ടെൻഷനൊന്നും ആരെങ്കിലും ടെൻഷൻ കണ്ടില്ല. എല്ലാവരും വളരെ അല്ലേ കൂളായിട്ട് അവിടെ പോയി അത് ചെയ്യാൻ പറഞ്ഞ് ഇത് ചെയ്യാൻ അങ്ങനെ പക്ഷെ അതിനൊരു വളർച്ച നമുക്ക് ഫീൽ ചെയ്യും ഓരോ സംഭവങ്ങൾ കഴിയുന്നു. ഇപ്പം ഈ ആഷിഖ് അബു എന്നുള്ള ഡയറക്ടർ ഉണ്ട്. അപ്പം അദ്ദേഹത്തെ നമ്മൾ ഒരു മലയാള സിനിമയിൽ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങിയ ഒരു ഡയറക്ടറാണ്. അതിപ്പം സിനിമയുടെ ഇപ്പം ഡാഡി കൊളുത്ത് തുടങ്ങിയുള്ള സിനിമകളാണ്. എല്ലാ സിനിമയിലും ആൾ വെക്കുന്ന ഒരു പ്രമേയങ്ങളിൽ ഒരു വ്യത്യസ്തം ഉണ്ടാവും. ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ വിജയപരാജയങ്ങൾ അടുത്തതാണ്. പക്ഷെ എല്ലാ സിനിമയും ഒരു സ്പേസ് മാർക്ക് ചെയ്യും. ഒരു യുണീക്ക് സ്ഥലത്താണ് അത് നിൽക്കുക. അതുമാത്രമല്ല ഇപ്പോൾ പ്രൊമോഷൻ സ്പേസസിൽ ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രൊമോഷൻ തുടങ്ങുക. അങ്ങനെ ഇപ്പം പ്രൊഡക്ഷൻ്റെ സ്പേസസിൽ ഇപ്പം അല്ലെങ്കിൽ നിലപാടുകൾ തുറന്നു പറയുന്ന കാര്യങ്ങൾ തുടങ്ങി. ആഷിഖ് അബു എന്നുള്ള ഡയറക്ടർ മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ തൻ്റെ സാന്നിധ്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 3 പേർക്കും ഈ റൈഫിൾ ക്ലബിലൂടെ കുറേയും കൂടെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ മറ്റൊരു ആഷിഖ് അബു ഉണ്ടായിരിക്കാം സെറ്റിലെ ഒരു സ്പേസിലുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്ക് ആഷിഖ് അബു എന്നുള്ള സംവിധായകനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് കൂടുതലായിട്ട് പറയാനുണ്ടാവുക? പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, സിനിമാറ്റോഗ്രാഫറാണ്. അതൊരു വലിയ എല്ലാം കൂടി ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴേ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ സ്ഥലം കൂടെ ഒരു ഭയങ്കര കുഴപ്പം പിടിച്ച സ്ഥലം കാണുന്നത്. അത്രയും ചെയ്യുമ്പോഴും പക്ഷെ ചിരിച്ചിട്ടല്ല നമ്മൾ സെറ്റ് പോലും പുള്ളി ടെൻഷൻ അടിച്ച് കാണത്തില്ല. നമ്മളൊക്കെ ടെൻഷൻ അടിക്കും. പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. വിഷ്ണു എന്തായിരുന്നു ലൈക്ക് ഭയങ്കര ലുക്കപ്പ് ചെയ്തിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആഷിഖ് അബുവിൻ്റെ. അപ്പം അതിനൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാവും ആസ് ആൻ ആക്ടർ? ഉറപ്പായിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ കുറച്ച് സിനിമകൾ തന്നെയാണ് നമ്മളെപ്പോഴും ഫിലിം മേക്കറിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് അങ്ങനത്തെ നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഒരു ഫിലിം മേക്കറിനോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര കാമായിട്ട് ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു സ്പേസ് നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഫിലിം മേക്കർ നമ്മുടെ ഉള്ളിൽ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ബഹുമാനത്തിന്റെ ഭാരം ഉണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചോദിക്കാവോ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവും. ഈ സ്ഥലത്തെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഫിലിം മേക്കർ തന്നെ എപ്പോഴും. ആ സ്പേസ് നമുക്ക് തരുമ്പോഴാണ് നമുക്ക് എന്ത് മണ്ടത്തരാണെങ്കിലും ഒരെണ്ണം ചോദിക്കാം, അങ്ങനെ ആക്കാമോ എന്നൊക്കെ ചോദിക്കാം എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ സ്പേസ് ഭയങ്കരമായിട്ട് ആഷിഖേട്ടൻ എല്ലാ ആക്ടർക്കും തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച കാര്യം പറയാം, ഒരു നടന്നത് ഒരു രഹസ്യം പറയാം. എനിക്ക് ഏറ്റവും അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം പാട്ട് സീൻ, ഡാൻസ് എനിക്ക് ചിന്തിക്കാൻ അപ്പൊ അങ്ങനെ ആളാ. പിന്നെ പ്രണയം, എന്റെ പ്രണയം ഇങ്ങനെയല്ല ശരിക്കും. ഈ സിനിമയിലൊക്കെ കാണുന്ന പ്രണയം അതല്ല ശരിക്കുള്ള എന്റെ പ്രണയം. എനിക്ക് പ്രണയമൊക്കെ ഉണ്ട്, അല്ലെന്നതല്ല. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു കാമുകനായിട്ടൊന്നും എന്നെ ആരും കണ്ടിട്ടുമില്ല, ഞാൻ അതിനുള്ള പ്രകടനങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ ഈ ആഷിഖിനെ പറ്റി സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. എന്തൊരു പ്രണയമുണ്ട് ശരിക്കും. ആ സിനിമയിൽ വേറെ കവിതാക്കളൊക്കെ ഉണ്ട്, മറ്റേ ലാലും അവരൊക്കെ ഉണ്ട്. പക്ഷേ പ്രേക്ഷകന്റെ മനസ്സിൽ പ്രണയം എന്നുള്ള ഭയങ്കര
റോ ആയിട്ടുള്ള ഒരു ഫോമില് ആ പെണ്ണിനെ കാണിക്കുന്നുമില്ല. അതെ അതെ അതെ. അവളെ അന്വേഷിച്ചുള്ള ഒരു പോക്കുണ്ടല്ലോ ഇയാൾ, എന്ത് ഗംഭീര പ്രണയമാണ്. അപ്പൊ എന്നെ അങ്ങനെ ആൾക്കാര്, ഞാനൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ ഈ പണി അറിയാൻ മേല, അതെ പ്രണയം എന്നുള്ള പണി അറിയാൻ മേലാത്ത എന്നെ അങ്ങനെ ഒരു കാമുകനായിട്ട് സൃഷ്ടിച്ചത് ആഷിക്കാണ്. അത് അയാളുടെ ഒരു ബ്രില്യൻസ് ആണ്. ഇതിനകത്ത് ഡാൻസ് കളിപ്പിച്ചോ? അത് വെളുപ്പാങ്കാലം എങ്ങനെയെങ്കിലും മൂടിയാലും തീരും. അല്ല ഇത് പിന്നെ തുള്ളല, അങ്ങനത്തെ ഡാൻസ് അല്ല. ഇതിപ്പോ എല്ലാരും ആരാ ഇല്ലാത്ത എല്ലാവരും കളിപ്പിച്ച് ഇങ്ങനൊക്കെ എന്താ ചെയ്തത്? പോത്തൊക്കെ അത് കഴിഞ്ഞ് നിപ്പ് നിൽക്കുന്നതാണ്. അത് മറ്റേ ഉണ്ണിമായ സുരഭിയുടെ ധൈര്യത്തിൽ ചാടിയതാണ്. എല്ലാരും സുരഭിയായിരുന്നു ട്രാൻസ്ഫോമർ, അതിൽ നിന്നായിരുന്നു ഞങ്ങൾ എനർജി എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ട്രെയിലറിനകത്താണെങ്കിലും ഈ സിനിമ സംബന്ധിച്ച് വാണി വിശ്വനാഥിൻ്റെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ തൊട്ട് മുമ്പ് ഒരു സിനിമ ചെയ്തു, എന്നാലും ഇതിനകത്ത് കറക്റ്റ് ഒരു സ്ഥലത്താണ്, ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലേന്ന് ചോദിക്കുന്ന സ്പേസിലാണ്, വേറെ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ആളൊരു വെളിച്ചം നിൽക്കണം. പക്ഷെ അതൊരു വൻ സംഭവമാണ്. അത് നമുക്ക് വാണി വിശ്വനാഥ് ആ ഒരു പോയിന്റിൽ നൽകുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് മേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും വാണി വിശ്വനാഥ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെയും കൂടെയാണല്ലോ. ഇപ്പോൾ നമുക്കൊരു പോലീസ്, ഒരു വുമൺ പോലീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ആലോചിക്കുക ഈ ഒരാളെയാണ്. പിന്നീട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതിനെ ബ്രേക്ക് ചെയ്യുന്ന, അങ്ങനെ ഒരാൾ വരണം നിർബന്ധമില്ല, എന്നാലും അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ആക്ട്രസ് വേറെ വന്നിട്ടില്ല. അപ്പോൾ ഈ വാണി വിശ്വനാഥിൻ്റെ ഒരു കമ്പാക്ക് ഒപ്പം വർക്ക് ചെയ്തവർക്കും അതേ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുള്ളവർക്കും നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് അങ്ങനെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമകൾ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിൽ അങ്ങനെ സ്റ്റാർഡം ഉള്ള ഒരു ഫീമെയിൽ ആക്ട്രസ് വാണി ചേച്ചി മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ സ്റ്റാർഡം ഉള്ള, അല്ല വിജയശാന്തി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, എനർജിയുള്ള ഫൈറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ ടൈം. അങ്ങനെ ഒരു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സിനിമ കാണുന്ന ഒരു പീരീഡിൽ, അപ്പം ആ നിലയ്ക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ പ്രസൻസ് ഇപ്പോഴും നമുക്ക് അറിയാലേ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഷോട്ട് വെക്കുമ്പോഴത്തേക്ക് അവരുടെ ആ സ്ക്രീൻ അവരെ കൈയടക്കം നമുക്ക് കാണുമ്പോൾ അറിയാം. റൈഫിൾ ക്ലബ്ബ് വരുന്നത് ഇപ്പോൾ മാർക്കോ, എക്സ്ട്രാ ഡീസന്റ്, ഈ 3 സിനിമകളാണ് ഇപ്പോൾ ക്രിസ്മസ് റീല്. പിന്നീട് 25 ബറോസൊക്കെയാണ് വരുന്നത്. അപ്പം ഈ മാർക്കോന്റെ ആണെങ്കിൽ ഇതിന്റെ ഒരു ആക്ഷന്റെ ഡിഫറെന്റ് എലമെന്റ് ആയിരിക്കും എന്നുള്ളൊരു ചർച്ചകളൊക്കെ ഒബ്വിയസ്ലി ആൾക്കാർ ഇങ്ങനെ എക്സ്പെക്ടേഷനിൽ പറയുന്നില്ല. ഇതിലൊരു കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും, മാർക്കോ കുറച്ചുകൂടെ ഡാർക്ക് മൂഡിലായിരിക്കും, മറ്റേതിൽ വെട്ടുമുദ്ദായിരിക്കും, ഇതിനകത്ത് കുറച്ചുകൂടെ തോക്ക് വെച്ചിട്ടുള്ള പരിപാടി ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാഷ് റിലീസൊക്കെ വരുന്നത് നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു ക്ലാഷ് റിലീസ് എനിക്ക് തോന്നാറില്ല സിനിമയിൽ, അങ്ങനെയില്ല. ഇപ്പം 5 നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ 5 നല്ല സിനിമ ഓടും, 5 സിനിമ വന്ന് ഒന്നും നല്ല അല്ലെങ്കിൽ ഒന്നും ഓടിയല്ല. ഇതാണ് അതിന്റെ റിയാലിറ്റി. അങ്ങനെ അല്ലേ? അങ്ങനെയല്ലേ? അതിന് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇപ്പം നമ്മൾ അങ്ങനെയല്ല, ഈ ഞായറാഴ്ച ഒരു സിനിമ കണ്ടേക്കാൻ ഉള്ളത് നല്ലതെന്ന് അങ്ങനെയല്ലോ. നല്ല 2 സിനിമ വന്നാൽ 2 പോയി കാണാന്നുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? നല്ലതായിരിക്കാന്നുള്ളതുള്ളൂ. അല്ല, ഞാൻ നല്ലപടാണെന്ന് അഭിപ്രായം വന്നാൽ എന്തായാലും അത് തിയേറ്ററിൽ പോയി കാണാന്നുള്ളത്. മോശമാണെന്ന് അഭിപ്രായം വന്നാൽ തൊഴിലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കാണും. തൊഴിലിന്റെ ഭാഗമായിട്ടല്ല, അതിനിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം എല്ലാ സിനിമകളും. ഇപ്പം ചിലത് തിയേറ്റർ 2 അഭിപ്രായം വരുമല്ലോ, തിയേറ്റർ കളക്ഷൻ മാത്രമല്ലാതെ നല്ല സിനിമയാണ്, പക്ഷേ ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ഒക്കെ വന്ന സമയത്ത് ഫസ്റ്റ് ഡേ പോയി കണ്ടിരുന്നു, ബട്ട് അത് പിന്നീട് OTT എത്തിയപ്പോഴാണ്. ഇപ്പോൾ ഓ ബേബി ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമയാണ്, എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷനൊക്കെ ആയിരുന്നു. അപ്പം അത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആ സ്പേസിലല്ലായിരുന്നു. പിന്നീട് OTT എത്തിയപ്പോഴാണ് ഭയങ്കര, ഇപ്പം നിങ്ങൾ 2 പേരുടെയും അത് പറഞ്ഞപ്പോഴാണ് അതിലൊരു ഹണ്ടിങ്ങും സംഭവമൊക്കെ തന്നെയാണല്ലോ. നിങ്ങളൊരു ഹണ്ടിങ് കോംബോ ആയിട്ട് പറയുന്നത്. ഇതില് ഞങ്ങളങ്ങനെ 2 എഡ്ജിലുള്ള ക്യാരക്ടേഴ്സാണ്. ആ ഒരു സ്പേസും ഞാൻ അത് പെട്ടെന്ന് മഴപ്പിന് വിട്ടുപോയത് ചോദിക്കാൻ. എന്തായാലും വ്യത്യസ്തമായിട്ട് തന്നെയാണ്, ഭയങ്കര വ്യത്യാസം തോന്നുന്നുണ്ടായിരുന്നു ഇതുവരെയെല്ലാം വെച്ചിട്ട്. അപ്പോൾ കുട്ടേട്ടന്റെ മോനായിട്ടാണ് അഭിനയിച്ചത്. കൂട്ടുകാരന്റെ മോനാണ് ഞാൻ. ഞങ്ങള് തമ്മിലാണ് കുറച്ച് ഓടക്കാണ്. ചിലപ്പോ എനിക്ക് പുച്ഛമാണ്, അതങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇത് ഒരു ക്ലബ്ബ്, അത് ഫൗണ്ടർ മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ. 3 പേരായിരുന്നു, ബാക്കി 2 പേര് മരിച്ചുപോയി. ഞാൻ അവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതാണ്. എന്റെ മോനാണ്, മോനേക്കാട്ടിലും വേറെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുള്ള മോനാണ്. എന്റെ കൂട്ടുകാരൻ സെക്രട്ടറിനെയാണ് കുറച്ചുകൂടെ വിശ്വാസം. ഒറ്റ കാര്യം കൂടെ, ഇതിനകത്ത് മറ്റേ സ്റ്റാർട്ടിങ്ങില് ഈ മൃഗയ സിനിമയും മമ്മൂട്ടിയും മെത്തേഡ് ആക്ടിങ്ങും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഈ മൃഗയ സിനിമയുടെ സമയത്ത് അങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നു ആ ടൈമില് ഈ മെത്തേഡ് ആക്ടിങ് മമ്മൂട്ടി ചെയ്തു എന്നൊക്കെ പറയാം. നിങ്ങൾ
അങ്ങനെ എന്തെങ്കിലും അറിയാൻ മേല അത് നമുക്ക് അറിയില്ല അവിടെ അന്ന് എന്തെങ്കിലും സംസാരമൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ല മമ്മൂക്ക ഗുഹയിൽ പോയോ ഇല്ലയോ എന്ന് അറിയാനാണോ മമ്മൂക്കയോട് തന്നെ ചോദിക്കേണ്ടി വരും പണ്ട് മുതലുണ്ട് മെത്തേഡാക്കിയെന്ന് പലരും പറയാറുണ്ട്. എന്താണെന്ന് എനിക്കിപ്പോഴും അറിയാൻ മേല. ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ. ഈ പടത്തിന്റെ ട്രെയിലർ വന്ന ശേഷം അങ്ങനെ മറ്റേ മമ്മൂട്ടിയായിട്ട് എന്തെങ്കിലും ടീംമേറ്റ്സ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് അറിയത്തില്ല മമ്മൂക്ക ട്രെയിലർ കണ്ടിട്ട് വിളിച്ചോന്ന് എന്താണെന്ന് അറിയില്ല. ശ്യാമേട്ടനോട് ചോദിക്കണം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷനിൽ കാണാനിരിക്കുന്ന പടമാണ്. അപ്പോൾ തിയേറ്ററിൽ ഒരു ഗംഭീര വിജയമായിട്ട് മാറട്ടെ. നമുക്ക് നല്ല രസമുള്ള സിനിമകൾ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി തരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് റിപ്പോർട്ടറിനോടൊപ്പം ഇത്രയും സമയം സംസാരിച്ചതിന്. താങ്ക് യു.